ഹലോ. അപ്പോൾ നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചുമന്നുള്ളി ചെറുതായിട്ട് എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റി സെറ്റ് ആകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങാരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ തേങ്ങയിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി പെരുംജീരകം ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചേക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടിയും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് കുടപ്പുളിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പുളിയില്ലാത്ത മാങ്ങയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് കുടപ്പുളി 2 പീസ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പുളിയൊക്കെ കറക്റ്റാണ്. നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ അരപ്പ് കലക്കുന്ന സമയത്ത് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ഉലുവ, ചുമന്നുള്ളിയും കൂടി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ താളിപ്പ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി കറിയാണ്. മസ്റ്റ് ട്രൈ. മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി.